നാം ആരായിരുന്നാലും എന്തായിരുന്നാലും ഏത് തെറ്റിൽ അകപ്പെട്ടവരായാലും എങ്ങനെയെല്ലാം ദൈവത്തെ വേദനിപ്പിച്ചവരായാലും അനുതപിക്കുന്ന നിമിഷത്തിൽ നമ്മെ വാരിപ്പുണരുന്ന ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തലുമായി 1931 ഫെബ്രുവരി 22 വിശുദ്ധ ഫൗസ്റ്റീന കോവാൽസ്കയ്ക്ക് ദൈവകരുണയുടെ ദർശനം ലഭിക്കുകയുണ്ടായി. ദർശനത്തെപ്പറ്റി അവൾ തന്റെ ഡയറിയിൽ കുറിച്ചു. വൈകിട്ട് ഞാൻ എന്റെ മുറിയിലായിരുന്നപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഈശോനാഥനെ ഞാൻ കണ്ടു. ഒരു കൈ അനുഗ്രഹിക്കുന്ന രീതിയിലായിരുന്നു, മറ്റേ കൈ മാറിടത്തിൽ വസ്ത്രത്തെ തൊട്ടിരുന്നു. മാറിടത്തിൽ വസ്ത്രത്തിന്റെ തുറന്നിരിക്കുന്ന ഭാഗത്തുനിന്ന് 2 വലിയ പ്രകാശരശ്മികൾ പുറത്തേക്ക് ബഹിർഗമിച്ചിരുന്നു. ഒരെണ്ണം ചുവന്നതും മറ്റേത് മങ്ങിയതുമായിരുന്നു. എന്റെ ആത്മാവ് ഭയഭക്തി ബഹുമാനങ്ങളാൽ സ്തംഭിച്ചുപോയി. എന്നാൽ ഞാൻ സന്തോഷവതിയായിരുന്നു. ഈശോ എന്നോട് പറഞ്ഞു, ഈശോയെ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടെ നീ കാണുന്നതുപോലെ ഒരു ഛായാചിത്രം വരയ്ക്കുക. ഈ ചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ലോക ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തും ആ ആത്മാവിന് ശത്രുക്കളുടെ മേൽ വിജയം നൽകുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്റെ സ്വന്തം മഹത്വമായി ഞാൻ അതിനെ സംരക്ഷിക്കും. പിന്നീടൊരിക്കൽ യേശു പറഞ്ഞു, പാമ്പികൾ എന്റെ അടുക്കൽ വരുന്നതിന് ശങ്കിക്കാതിരിക്കട്ടെ. ഞാൻ കരുണയാൽ ജ്വലിക്കുകയാണ്. ആത്മാക്കളോടുള്ള, പ്രത്യേകിച്ച് നീചപാമ്പികളോടുള്ള അളവറ്റ കരുണയാൽ എന്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്നു. ഞാൻ അവരുടെ ഏറ്റവും നല്ല പിതാവാണെന്നും നിറഞ്ഞൊഴുകുന്ന കരുണയുടെ സ്രോതസ്സിൽ നിന്ന് അവർക്ക് വേണ്ടിയാണ് രക്തവും വെള്ളവും പുറപ്പെട്ടതെന്നും അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഈ ലോകത്തിലെ ആത്മാക്കൾക്ക് എല്ലാറ്റിനും സമയമുണ്ട്. എന്നാൽ കൃപകൾക്കായി എന്റെ അടുത്തു വരാൻ മാത്രം സമയമില്ല. പാപം ചെയ്യുന്നതിനേക്കാൾ ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാതിരിക്കുന്നതാണ്. ദൈവകരുണയുടെ മണിക്കൂറായ 3 മണിക്ക് കരുണയുടെ ജപമാല ചൊല്ലിയും അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചും നമുക്കും അനുതാപത്തിന്റെ പാത പുൽകാം.